ഹലോ ഓൾ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഹൗ ടു രജിസ്റ്റർ സിറ്റിസൺ ഇൻ കെ സ്മാർട്ട് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഫസ്റ്റ് നമുക്ക് ഗൂഗിളിൽ കയറിയിട്ട് കെ സ്മാർട്ട് എന്ന് സെർച്ച് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസാണ് നമുക്ക് ഫസ്റ്റ് വരുന്നത്. ഇതിൽ നമുക്ക് പലതരം സർവീസസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. ബർത്ത് സർട്ടിഫിക്കറ്റ്, മാരേജ് രജിസ്ട്രേഷൻ, ഡെത്ത് രജിസ്ട്രേഷൻ, ബിൽഡിംഗ് പെർമിറ്റ്, പ്രോപ്പർട്ടി ടാക്സ്, അങ്ങനെയെല്ലാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വരുന്ന ലോഗിൻ പേജ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണ്, രജിസ്റ്റർ ആൻഡ് ലോഗിൻ. അപ്പോൾ ലോഗിൻ ചെയ്യുന്നത് സിറ്റിസൺ ലോഗിൻ, എംപ്ലോയി ലോഗിൻ, ഓർഗനൈസേഷൻ ലോഗിൻ ഉണ്ട്. ഇതിലെല്ലാം ലോഗിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഇത് രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ നമുക്കത് പറ്റുള്ളൂ. അപ്പോൾ ലൈസൻസ് രജിസ്ട്രേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. അപ്പോൾ കാണുന്നവർക്ക് അത് കാണാം. അപ്പോൾ അത് നമ്മൾ എഞ്ചിനീയേഴ്സിനാണ് നമ്മൾ ലൈസൻസ് രജിസ്ട്രേഷൻ ചെയ്യുന്നത്. സിറ്റിസൺ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ ക്ലയൻസിന് രജിസ്റ്റർ ചെയ്യണതാണ്. അപ്പോൾ നമുക്കതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ആദ്യം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഡിക്ലറേഷനാണ് വന്നത്. നമുക്ക് ഇംഗ്ലീഷിൽ വേണോ മലയാളത്തിൽ വേണോ എന്ന് നോക്കിയിട്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇംഗ്ലീഷിൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ടിക്ക് മാർക്ക് സെലക്ട് ചെയ്തിട്ട് പ്രൊസീഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് വരുന്നത് ഇങ്ങനൊരു ഇൻ്റർഫേസാണ്. ഇതിൽ നമുക്ക് രജിസ്ട്രേഷൻ വിത്ത് ആധാർ കാർഡും ഉണ്ട്, പിന്നെ അല്ലെങ്കിൽ അതർ മെത്തേഡും ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ആധാർ കാർഡ് വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാം. അതർ മെത്തേഡ് എന്ന് പറയുമ്പോൾ വേറെ ഡോക്യുമെൻ്റ് ആഡ് ചെയ്തിട്ടുള്ള ഇതാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കിപ്പോൾ ആധാർ കാർഡ് വെച്ചിട്ടുള്ള രജിസ്ട്രേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ആധാർ നമ്പർ അതിൽ അടിച്ചു കൊടുക്കാം. അതിനുശേഷം ഗെറ്റ് OTP എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ മുകളിൽ കണ്ട് ഗെറ്റ് OTP സെൻഡ് ചെയ്തിട്ടുള്ള മെസ്സേജ് വരും. അപ്പോൾ OTP നമ്മൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോണിൽ നോക്കുക. അപ്പോൾ അതിൽ OTP വന്നിട്ടുണ്ടാകും. അത് നമ്മളിതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ പേര് അവിടെ അടിച്ചു വരും. അപ്പോൾ നമുക്ക് രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യാം. രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു ഇൻ്റർഫേസ് വരും. അതിൽ നമ്മുടെ മൊബൈൽ നമ്പർ, OTP, വാട്സപ്പ് നമ്പർ, മെയിൽ ID എല്ലാം അടിച്ചു കൊടുക്കാം. നമ്മൾ മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ അതിലേക്ക് ഒരു OTP വരും. അത് അതിലേക്ക് അടിച്ചു കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യാം. എല്ലാം അടിച്ചു കൊടുത്തതിന് ശേഷം അത് നമുക്ക് സേവ് ക്ലിക്ക് ചെയ്യാം. സേവ് ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നത് നമ്മുടെ പ്രൊഫൈലാണ്. ഇതാണ് നമ്മുടെ പ്രൊഫൈൽ വരുന്നത്. ഇതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാം. മൈ ഡോക്യുമെൻറ്റ്, മൈ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ന്യൂ ആപ്ലിക്കേഷൻ, പുതിയ ആപ്ലിക്കേഷൻ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ബർത്ത് സർവീസോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണതില്ല, പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൈ ഡോക്യുമെൻറ്റ്സ്, നോട്ടിഫിക്കേഷൻസ് എല്ലാം നമുക്കതിൽ കാണിക്കും. ഇതാണ് ഇത്ര വീഡിയോ. താങ്ക് യു.